LDF യോഗം ചേരാനിരിക്കെ നിർണായക CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ചയാകും. പദവിയിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. ഉപനേതൃ പദവി നൽകിയില്ലെങ്കിൽ സഭയിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് പോകണമെന്നാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായം. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാലിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ഗോപാൽ. ഇന്ന് എന്തായാലും ഈ ഉപനേതൃ പദവിയിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ മുറിയുമായി ബന്ധപ്പെട്ട കാര്യം അത് CPM-ന്റെ കോർട്ടിലേക്ക് ആ പന്ത് തട്ടിയിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകണം. CPIയുടെ കടുത്ത നിലപാടെടുക്കുന്ന ചില ആളുകളുണ്ട്, അതുപോലെ തന്നെ CPM-നും ഇക്കാര്യത്തിൽ കടുത്ത നിലപാടാണ്. ഇന്ന് എന്തിനാണ് സാധ്യത? അതെ മാധു, പരസ്പരം വിട്ടുകൊടുക്കാൻ ഇരു കൂട്ടരും തയ്യാറല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി അടക്കം ഇത്ര വലിയ ചർച്ചയാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായിട്ടും അതൊന്ന് വിശദമായി വിശകലനം ചെയ്യാൻ പോലും ഇതിനോടകം തന്നെ LDF-ന് സാധിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണവും പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കം തന്നെ. 17-ാം തീയതി LDF യോഗം ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ചേരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനമായും അജണ്ടയാവുക പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനോടകം തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടേണ്ടതായിട്ടുണ്ട്, അത് അർഹതയുണ്ട്, അത് പരിഗണിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. LDF കൺവീനർ അടക്കം MN സ്മാരകത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയപ്പോഴും അതേ നിലപാട് തന്നെയാണ് ബിനോയ് വിശ്വം അടക്കമുള്ള ആ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞതും. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തീരുമാനിക്കുക, അത് അടുത്ത ദിവസം നടക്കുന്ന LDF യോഗത്തിൽ അറിയിക്കുക എന്നത് തന്നെയായിരിക്കും പ്രധാനമായും ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം. ഇതിനോടകം തന്നെ കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് വേണ്ട പിന്തുണ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കൃത്യമായി മുന്നോട്ട് പോവുക, അഭിപ്രായം പറയുക, നിലപാട് വ്യക്തമാക്കുക എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് പോവുക എന്നതായിരിക്കും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അഥവാ ആ അജണ്ട അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ വിഷയം LDF-നുള്ളിൽ അംഗീകരിക്കാൻ CPM വിമുഖത കാട്ടുകയാണ് എങ്കിൽ നിയമസഭയിലടക്കം ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാര്യത്തിൽ പുനഃപരിശോധന വേണം എന്ന തരത്തിലേക്ക് കൂടി നയം സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ നിലപാട് കൂടി LDF യോഗത്തിൽ സ്വീകരിക്കുക എന്നൊരു ഭീഷണി സ്വഭാവത്തിലേക്കുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്കൊക്കെ ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് CPI പോയേക്കും. അതിൻ്റെ അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തിമ തീരുമാനം എല്ലാം തന്നെ ഉണ്ടാകുന്നത് ഇന്നത്തെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത LDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിൽ LDF-ഉം CPI-യും എല്ലാം പ്രതിരോധത്തിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് CPI സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ പോലെയുള്ള മണ്ഡലത്തിൽ NDA-ക്ക് ആദ്യമായി ഒരു സീറ്റ് ലഭിക്കുന്നത് CPI-യുടെ ഉറച്ച മണ്ഡലത്തിലാണ്. ആ മണ്ഡലം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലേക്ക് പോകുമ്പോൾ അതിനെ എങ്ങനെ ചെറുക്കണം, എന്ത് വിശദീകരണം നൽകണം, എന്ത് തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ, എന്ത് തരത്തിലേക്കുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണം എന്നതൊക്കെ ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമാകും. എന്താണെങ്കിലും ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് വെച്ച് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നത്. ആ യോഗം ഏറെ നിർണായകമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം, CPI സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം. യെസ്, ഗോപാൽ ശിലാസനലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ എന്തായാലും LDF യോഗം ചേരാനിരിക്കുകയാണ്. നിർണായക CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരും. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് ചർച്ചയാവുക. ഗോപാൽ ശിലാസനലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.